രണ്ട് ഉദ്യോഗസ്ഥരുടെ, ഒരാൾ IPS, ഒരാൾ IAS, വാർത്തകൾ കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുക. IASകാരൻ്റെ കാര്യം പറയാം. അയാൾ പഞ്ചാബിലെ DIG ആണ്, ഹർചരൺ സിംഗ് ഭുള്ള. അയാളുടെ വീട്ടിൽ ഇന്നലെ CBI റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് 5 കോടി രൂപ കാശായിട്ട് കിട്ടി, 1.5 കിലോ സ്വർണം കിട്ടി, ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കിട്ടി, ഒരു ബെൻസ് കാർ കിട്ടി, ഒരു ഓഡി കാർ കിട്ടി. എല്ലാം ഈ പറഞ്ഞതുപോലെ അഴിമതിയാണ്. ഒരു DIG എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് അയാളുടെ ശമ്പളം കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ 5 കോടി രൂപ വീട്ടിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, അയാളിപ്പോൾ DIG ആണ്, അത് കഴിഞ്ഞാൽ IG ആയിട്ട് പ്രൊമോഷൻ കിട്ടും, അത് കഴിഞ്ഞ് DGP ആവും. ഒരു 10-15 വർഷത്തെ സർവീസ് ഇനിയുമുണ്ട്. ഈ കാലയളവിൽ അയാൾ എത്രമാത്രം പണം പിടുങ്ങുമായിരുന്നു ആളുകളുടെ പക്കൽ നിന്ന്? ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ട മറ്റൊരു വാർത്ത സാറിൻ്റെ ശ്രദ്ധപ്പെടുത്തുക. അതായത് മിത്താലി ശർമ്മ എന്ന് പറയുന്ന ആൾ IAS ആണ്. IAS കിട്ടി, ആദ്യമായിട്ട് ജോയിൻ ചെയ്തു, പെൺകുട്ടിയാണ്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായിട്ടാണ് ജാർഖണ്ഡിൽ നിയമനം. ആദ്യ ദിവസം ജോലിക്ക് ജോയിൻ ചെയ്തു, അപ്പം തന്നെ 10,000 രൂപ കൈക്കൂലി മേടിച്ചു, പിടിച്ചു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവർ. ഇതാണ് നമ്മുടെ IAS IPS രംഗത്ത് നിന്നും വന്ന 2 വാർത്തകൾ. എന്ത് തോന്നുന്നു? ഈ ബുള്ളർ അയാളുടെ അച്ഛൻ അവിടെ DGP ആയിരുന്നു പഞ്ചാബില്. അത് ശരി. അപ്പൊ അപ്പനാരാ മോൻ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അല്ല, അത് പറയുമ്പോൾ നമ്മൾ ഈ രാമചന്ദ്ര റാവു എന്ന് പറയുന്ന കർണാടകയിലെ DGP ഓർക്കണം. രന്യ റാവു സിനിമാ നടിയുടെ മോഡല് അച്ഛൻ. രന്യ റാവു ദുബായിൽ നിന്ന് വന്നിറങ്ങിയത് 14 കിലോ സ്വർണത്തിൻ്റെ ബെൽറ്റും കെട്ടിക്കൊണ്ടാണ്. അതും ഗ്രീൻ ചാനൽ വഴി, IPSകാർക്ക് ഇറങ്ങിപ്പോകുന്ന ഗ്രീൻ ചാനൽ വഴി. അവിടെ ഈ മറ്റേ ആ കുട്ടിയുടെ രന്യ റാവുവിൻ്റെ അച്ഛൻ്റെ ഒരു ശിപായി പോലത്തെ ഒരാൾ പോലീസ് അവിടെ ഹാജരിക്കും, പോലീസ് വണ്ടി ഉണ്ടാവും. അതെ, അതുണ്ടാവും. ഇത് ഇപ്പോൾ പഞ്ചാബിലെ റോപ്പർ റേഞ്ച് DIG അയാളെയാണ് CBI പിടിച്ചിരിക്കുന്നത്. CBI പിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്രി കച്ചവടക്കാരൻ ആകാശ് ഭട്ട എന്ന് പറഞ്ഞൊരു ആക്രി കച്ചവടക്കാരൻ മാസം 5 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുക്കണം എന്ന് കരാറുണ്ടാക്കിയിരുന്നു ഈ DIG ഹർചരൺ സിംഗ് ഭുള്ളർ. അപ്പോൾ ആ കരാറുണ്ടാക്കിയിട്ട് ഇത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഇടനിലക്കാരൻ വഴിയാണ് കാശൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്, നേരിട്ടല്ല. അപ്പോൾ ഇയാൾ കൊണ്ടുപോയി പിന്നെ പരാതി കൊടുത്തു. ഇതെപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല, കുറേ നാളായിട്ട് കൊടുക്കുന്നുണ്ട്, ഈ മാസം 5 ലക്ഷം. അപ്പോൾ ഈ ആകാശ് ഭട്ട എന്ന് പറഞ്ഞ ആക്രി കച്ചവടക്കാരൻ ഇയാൾക്കെതിരെ വ്യാജ കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് CBIക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ട്രാപ്പ് ഉണ്ടാക്കി. 8 ലക്ഷം രൂപ ഈ കൃഷ്ണ എന്ന് പറഞ്ഞ ഇടനിലക്കാരന് കൊടുപ്പിച്ചു. ആ സമയത്ത് കൃഷ്ണയെ പിടിച്ചു. അപ്പോൾ കൃഷ്ണ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഈ ആക്രി കച്ചവടക്കാരനെ കൊണ്ട് DIGയെ വിളിപ്പിച്ചു. CBIക്കാർ പൈസ കൊടുത്തിട്ടുണ്ട്, കിട്ടി എന്നാൾ പറഞ്ഞു. കിട്ടിയിട്ടുണ്ടോ? കിട്ടി എന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും കൂടി ഓഫീസിൽ വരൂ എന്നും പറഞ്ഞു DIG. അപ്പോൾ അതിനുള്ള തെളിവും കാര്യങ്ങളും ഒക്കെ ആയി. കൃഷ്ണ 8 ലക്ഷം രൂപ മേടിക്കുമ്പോഴാണ് ഈ പിടിച്ചിരിക്കുന്നത്. ഈ ആദ്യം 8 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് പറഞ്ഞാണ് ഈ റെക്കോർഡ് ചെയ്ത സന്ദേശങ്ങളുണ്ട്. അപ്പോൾ മറ്റേ ഓഗസ്റ്റിലത്തെ കിട്ടിയില്ല, സെപ്റ്റംബറിലത്തെ കിട്ടിയില്ല, എന്താണ് താമസിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഈ കൃഷ്ണ സംസാരിക്കുന്നത് ഓഡിയോ സന്ദേശങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലുടനീളം ഇയാൾക്ക് പ്രോപ്പർട്ടി ഉണ്ട്. മെഴ്സിഡസ്, ഓഡി, അത് രണ്ടും വീട്ടിലുണ്ടായിരുന്നു. 22 വാച്ചുകൾ, വില കൂടിയ വാച്ചുകൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ലോക്കറുകളുടെ താക്കോലുകൾ, പല ബാങ്കുകളിലെയും ലോക്കറുകൾ. ഇത് നമ്മൾ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ പല ബാഗുകളിലുമൊക്കെ ഈ നോട്ട് അടുക്കി വെച്ചത് 500ന്റെ കെട്ടുകൾ. ഇത് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കുറെ കൂട്ടി വെച്ചിരിക്കുന്നത് ഫോട്ടോ അങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ കുറെ ബാഗുകളിൽ അടുക്കി വെച്ചിരിക്കുന്നതുണ്ട്. 40 ലിറ്റർ വിദേശ മദ്യം കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്, സ്കോച്ചും കാര്യങ്ങളും ഒക്കെ. പിന്നെ തോക്കുകൾ, വെടിയുണ്ടകൾ, ഒരു ഡബിൾ ബാരൽ പിസ്റ്റൾ, റിവോൾവർ, എയർ ഗൺ. ഈ കൃഷ്ണയുടെ വീട്ടിലും റെയ്ഡ് നടത്തിയ ഇടനിലക്കാരൻ്റെ
അവിടെ നിന്ന് 21 ലക്ഷം രൂപ കിട്ടി. ഇയാൾ വിജിലൻസിന്റെ അഡീഷണൽ ഡയറക്ടറുമായിരുന്നു. അവിടെ അഴിമതി തടയാനുള്ള ചുമതലയും കൂടി അയാൾക്ക് അവിടെ ഉണ്ടായിരുന്നു. പ്രോപ്പർ റേഞ്ച്. ഇയാളുടെ മൊഹാലി ഓഫീസ്, ഇയാളുടെ വീട് ഒക്കെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫത്തേഗഡ് സാഹിബ് ജില്ലയിലെ മണ്ഡി ഗോവിന്ദഗഡ്, അവിടെയാണ് ഈ ആക്രി കച്ചവടക്കാരൻ. ആക്രിയിൽ കച്ചവടം കൊണ്ട് എങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കൊച്ചിയിലും ചില ആക്രി കച്ചവടക്കാരല്ലേ, വലിയ ആക്രി കച്ചവടം ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. അതിൻ്റെ കൂടെ പല കച്ചവടം നടക്കും. പിന്നെ അതിൻ്റെ കൂടെ പലതും കിട്ടുകയൊക്കെ ചെയ്യുമെന്ന് പറയാറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലുമൊക്കെ വലിയ ഞാൻ ലാഭകരമായ ബിസിനസ്സാണ്. കൊച്ചിയിൽ നമ്മുടെ ബൈപ്പാസിലൊക്കെ വലിയ വീടുകൾ ആദ്യം വെച്ചത് 2 ആക്രി കച്ചവടക്കാരാണ്. അല്ല, വളരെ ലാഭമുള്ള ബിസിനസ്സാണ്. അതെ, കാരണം ഇപ്പോൾ ഈ ആക്രിയായിട്ട് വിൽക്കുന്ന പല സാധനങ്ങളും പിന്നീട് ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ പറ്റും. പിന്നെ പുരാവസ്തുവൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആക്രിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഈ മാസം 5 ലക്ഷം രൂപ എന്നുള്ള പരിപാടിയുടെ പരാതിയിലാണ് ഇത് ചെയ്തത്. ഇയാളുടെ ഓഫീസ്, വീട് വേറൊരു സ്ഥലം ഹരിയാനയിലെ പഞ്ചകുല, അവിടെ ഇയാളെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഞ്ചകുലയിലും എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ കാണുമായിരിക്കും. ഇയാള് 2024 നവംബർ 7-നാണ് റോപ്പറിൽ DIG ആയത്. അതിനു മുമ്പ് അയാൾ പട്യാല ആയിരുന്നു. മുൻ DGP മെഹൽ സിംഗ് ബുള്ളറുടെ മകനാണ്. അപ്പോൾ മെഹൽ സിംഗും ധാരാളം ഉണ്ടാക്കിയ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ പഞ്ചാബ് പോലീസ് സർവീസിൽ ചേർന്ന് പിന്നെ IPSൽ 2009 ബാച്ച് ആണ് ഇയാൾ. മയക്കുമരുന്ന് കേസിൽ ശിരോമണി അകാലിദൾ നേതാവ് ബിക്രം സിംഗ് മജീദിനെ അറസ്റ്റ് ചെയ്തൊരു കേസുണ്ട് 2021. അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഇയാൾ ഉണ്ടായിരുന്നു. ആ കേസ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 1.5 കിലോ സ്വർണവും ഈ 5 കോടി രൂപയുടെ കൂടെ പിടിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അഴിമതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ വ്യാപകമാണ്. ഇപ്പോൾ ശബരിമല അഴിമതി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പുതിയ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതായത് നമുക്ക് ശബരിമലയിലെ ഈ അഴിമതിയൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ദേവസ്വം കമ്മീഷണർമാരായിട്ട് IASകാരെ വെക്കണമെന്ന് രാജമാണിക്യം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അപ്പോഴേ വായിച്ചപ്പോൾ തോന്നി, ഒരു IASകാരനെ വെക്കണമെന്നോ. നമ്മൾ ഭരിച്ചാലേ ശരിയാവുള്ളൂ. അത് ഒരു പൊതുബോധം, അത്തരം ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുടെ ഒരു പൊതുബോധമാണ്. അപ്പോൾ കേരളത്തിലും ഈ IAS IPS രംഗത്തുള്ള ആളുകളുടെ ഇടപാടുകൾ കുപ്രസിദ്ധമാണ്. ചിലതൊക്കെ വന്നിട്ടുണ്ട്. അപൂർവം ചില ആളുകളെങ്കിലും ഇത്തരം കേസുകളിൽ പെട്ടിട്ടുണ്ട്. മുമ്പൊരു DGP-യുമായി ബന്ധപ്പെട്ടൊരു സ്വർണ്ണ ഇടപാട്, ജ്വല്ലറി പോയിട്ട് സ്വർണ്ണം എടുക്കുന്നതിനെ കുറിച്ച് കോഴിക്കോട്ടെ പിന്നെ ഗൺമാനെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും. പിന്നെ IASകാരുടെ കാര്യമാണ് കേൾക്കണ്ട അല്ലേ. IASകാർ നടത്തുന്ന അഴിമതിയൊക്കെ നമുക്കറിയാം. അഴിമതി കേസ് വന്നപ്പോൾ കോടതിയിൽ CBI പറഞ്ഞ കാര്യവും, പിന്നെ ഇപ്പോഴും അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ കേസൊക്കെ നടക്കുന്നുണ്ട്. പ്രേംശങ്കർ എന്ന് പറഞ്ഞ ഒരാളുമായി ബന്ധപ്പെട്ട് കുറെ കേസുകൾ ഉണ്ടായിരുന്നു. അല്ല, നിലവിലുള്ള IASകാരുണ്ടല്ലോ, IASകാരുടെ കേസുകളും ധാരാളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IPS തച്ചങ്കരിയുടെ കേസൊക്കെ ഇല്ലേ. ഏതായാലും അഴിമതി ഒരു വലിയ ഘടകമാണ്. എന്നാലും ഒരു വീട്ടിൽ 5 കോടി രൂപയൊക്കെ ക്യാഷായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമായിരുന്നു അല്ലേ. IPS ആയതുകൊണ്ട് ആരും വരില്ല എന്നുള്ളതുകൊണ്ടാണ്. മറ്റേ ജഡ്ജി നോട്ടുകെട്ടുകൾ സൂക്ഷിച്ച വെച്ച പോലെ തന്നെയാണ് ഇയാൾ നോട്ടുകെട്ടുകൾ അലക്ഷ്യമായിട്ടാണ് ഇയാളുടെ ഈ 5 കോടി ബാഗുകളിൽ കടന്നിരുന്ന. ആ ബാഗുകൾ കണ്ടാൽ അറിയാം. അതെ, കീറി പറഞ്ഞ ബാഗുകൾ, തുറന്ന ബാഗുകളും ഒക്കെ ആയിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.